ഇനി നമുക്ക് അറിയാം. വനിതാ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തലസ്ഥാനത്ത് വനിതാ സംരംഭകർക്കായി പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുകയാണ്. ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ MD ബിന്ദു VC ആണ്. സ്വാഗതം ബിന്ദു മാം ന്യൂസ് 3യിലേക്ക്. എസ്കലേറ എന്നാണ് പേര്. ഇത്തരത്തിലൊരു മേള സംഘടിപ്പിക്കുന്നതിന്റെ ഒരു ലക്ഷ്യം, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഞങ്ങൾ കഴിഞ്ഞ 37 വർഷമായി വനിതാ വികസന കോർപ്പറേഷൻ കേരളത്തിലെ വനിതകളുടെ സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ ഉന്നമനത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഞങ്ങള് പ്രധാനമായും സാമ്പത്തിക ഉന്നമനത്തിനായി, സാമ്പത്തിക ശാക്തീകരണത്തിനായി വനിതകൾക്ക് സ്വയം സംരംഭക ലോൺ കൊടുത്തു വരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ 8-9 വർഷം കൊണ്ട് വളരെയധികം അതിന്റെ ഒരു വൈപുല്യം വളരെയധികം കൂട്ടാനായിട്ട്, അത് തുക കൊണ്ടും ആളിന്റെ എണ്ണം കൊണ്ടും വളരെയധികം വലുതാക്കുന്നതിന്, കൂടുതൽ വനിതകളിലേക്ക് എത്തിച്ചേരുന്നതിന് ഞങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഗ്രാമാന്തരങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് സ്വന്തമായി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നിർത്താൻ പലപ്പോഴും ഒരു വലിയ വിപണി കിട്ടുക എന്ന് പറയുന്നത് അതിനുള്ള പരിമിതികളുണ്ട്. ഈ പരിമിതിയെ മുറിച്ചു കളഞ്ഞ് അവരുടെ ഉൽപ്പന്നങ്ങളെ കൂടുതൽ പേർക്ക് പരിചയപ്പെടുത്തുന്നതിനും ആ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലും ആ പരിചയപ്പെടുത്തുന്നതിലും ഒക്കെ കൂടി ഒരു ഡെവലപ്മെന്റ്, ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ഈ ഞങ്ങളുടെ സംരംഭങ്ങൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എസ്കലേറ ആരംഭിക്കുന്നത്. ഇത് 2023 കോഴിക്കോട് കടപ്പുറത്താണ് ഞങ്ങൾ ആദ്യത്തെ പതിപ്പ് ചെയ്യുന്നത്. അവിടെ ഏകദേശം 110ഓളം വനിതാ സംരംഭകരെ കേരളത്തിലേക്ക് മാത്രം പുറത്തുനിന്നുള്ളവരും ഉണ്ടായിരുന്നു, പങ്കെടുത്തു. അതിന്റെ ഒരു വിജയമാണ് ഇപ്പോൾ ഇത് തിരുവനന്തപുരത്ത് ആവർത്തിക്കുന്നതിന് ഞങ്ങൾക്ക് പ്രേരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സംരംഭകർക്ക് ഇത് എത്രത്തോളം പ്രയോജനം ചെയ്തു എന്നുള്ളത് താങ്കൾക്ക് അത് സംബന്ധിച്ച് എങ്ങനെയാണ് വിവരങ്ങൾ? ഞങ്ങൾക്ക് 2 തരത്തിലാണ് ഇത് അവരെ ഡെവലപ്പ് ചെയ്തതിൽ പ്രധാനമായിട്ട്. അതായത് ഒന്ന്, അവർക്ക് വിപണി കണ്ടെത്താൻ പറ്റിയത് വലിയൊരു വിപണി ഒരു 7 ദിവസത്തേക്കാണെങ്കിൽ പോലും അവർക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങളെ എത്തിക്കാൻ സാധിക്കുന്നത്. അതിലൂടെ സാമ്പത്തികമായിട്ട് ആ വിപണനത്തിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു സാമൂഹ്യവും ഒരു മാനസികവുമായിട്ടുള്ള ഒരു വികസനം സാധ്യമായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ 2 തരത്തിലാണ്. അതായത് ഇവരിവിടെ വരുന്നു, അവരുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് നഗരത്തിലേക്ക് വരുന്നു, അവർ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നു, അതൊന്നും. അതോടൊപ്പം ആ കണ്ടെത്തുമ്പോൾ പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു, ഇവിടെ തന്നെ എത്തിയിരിക്കുന്ന മറ്റു വനിതാ സംരംഭകരെയും അവരുടെ അനുഭവങ്ങളെയും പരിചയപ്പെടുന്നു. ഇതെല്ലാം തന്നെ അവർക്ക് കൂടുതൽ അവരെ ധൈര്യമുള്ളവരാക്കുക, അതായത് ഒരു കോൺഫിഡൻസ്, ഒരു ആത്മധൈര്യമുള്ളവരാക്കി മാറ്റുന്നതിന് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇതേപോലെ ഇപ്പൊ നഗരത്തിലുള്ളവർക്ക് പലർക്കും അറിയില്ല, കേരള സംസ്ഥാനത്തിന്റെ പല ഭാഗത്തായിട്ട് ഇത്തരം തൊഴിൽ മേഖലയിലെ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധിയായ ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കാഴ്ച ഒരുപക്ഷെ പലർക്കും ഇവിടെ അറിയില്ല. ഇത് ഞങ്ങൾ അതും കൂടി ആ കമ്മ്യൂണിറ്റി ഇതിൽ നിന്ന് പ്രയോജനപ്പെടുന്നത്. ഇത്തരം പുതിയ ഉൽപ്പന്നങ്ങൾ കാണാൻ, ഇത്തരം സ്ത്രീകളെ പരിചയപ്പെടാന്, വിപരീത സാഹചര്യത്തിൽ ഒരു പൊതുവി മുന്നേറി വന്ന ഇവരെ പരിചയപ്പെടുന്നത് ഒരുപക്ഷെ നഗരത്തിലെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും ഒരുപാട് പ്രയോജനമാകുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ കണ്ടെത്തുന്നത്. ഈ ഇത്തരത്തിലുള്ള മേളകൾ ഇനിയും ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതുപോലെ അതിൽ പങ്കെടുക്കുന്നതിന് സംരംഭകർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ പങ്കെടുക്കാം എന്നതുകൂടി പറയാമോ? തീർച്ചയായിട്ടും 2 ചോദ്യമാണല്ലോ വന്നത്. ഇത് തുടരുമോ എന്നുള്ള ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ തുടരുന്നതിന് തന്നെയാണ്. ഇനിയും തുടർന്ന് വർഷങ്ങളിൽ, പ്രത്യേകിച്ചും ഡിസംബറിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്, എല്ലാ വർഷങ്ങളിലും എസ്കലേറ നടത്തണമെന്ന് തന്നെയാണ് വനിതാ വികസന കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു വിപണന മേഖലയിലേക്ക് വരുന്നതിന് സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ചെയ്തത് ഞങ്ങളുടെ സംരംഭകരെ തന്നെയാണ്. ഞങ്ങൾക്ക് സംസ്ഥാനത്ത് 14 ജില്ലകളിൽ ഓഫീസുകളുണ്ട്. അപ്പൊ ജില്ലാ ഓഫീസ് തലത്തില്, മേഖലാ ഓഫീസ് തലത്തില്, 3 മേഖലാ ഓഫീസ്, ഈ മേഖലാ ഓഫീസ് തലത്തില് നന്നായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ വനിതാ സംരംഭകരെ ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങള് ഒരു സംസ്ഥാനത്തിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒറ്റപ്പെട്ട പ്രവർത്തനമല്ല. ഞങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ വകുപ്പ്, പിന്നോക്ക വികസന കോർപ്പറേഷൻ, SC/ST വികസന കോർപ്പറേഷൻ, മത്സ്യബന്ധൻ, ഹാൻഡിക്രാഫ്റ്റ്
പ്രോഗ്രാംസ് ഇതേപോലെ സമാന വികസന കോർപ്പറേഷനുകളുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംരംഭകരെ, അവരുടെ വനിതാ സംരംഭകരെ, അതോടൊപ്പം തന്നെ നബാർഡുമായി, MSME-യുമായിട്ടും ഈ മേഖലയിൽ ആരൊക്കെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു അവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സംരംഭകരെയും അതാത് മാനേജ്മെന്റുകൾ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഞങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ, അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ മൊത്തം വികസനമായിരിക്കണം, സമൂഹത്തിന്റെ മൊത്തം വികസനം, സമൂഹത്തിലെ സ്ത്രീയുടെ വികസനം എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിന്റെ വികസനമാണ്. അതുകൊണ്ട് ഒരു കൂട്ടായ്മയിലാണ് ഞങ്ങൾ എസ്കലേറയിൽ പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയത്. തീർച്ചയായിട്ടും ഒരുപാട് ആശംസകൾ നേരുന്നു. ഒരുപാട് പേർക്ക് പ്രയോജനകരമായി ഇനിയും മേളകൾ സംഘടിപ്പിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. വീണ്ടും പുതിയ അതിഥികളും അറിവുമായി കാണാം. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.